ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം എങ്ങോട്ട് നോക്കിയാലും ചർച്ചാ വിഷയം നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 ഫിനാലയെ പറ്റിയാണ്. ഞാൻ ബിഗ് ബോസിൻ്റെ ഫസ്റ്റ് സീസൺ തൊട്ട് ഈ 7th സീസൺ വരെ മുടങ്ങാതെ കാണുന്ന ഒരു പ്രേക്ഷകയാണ്. ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ബിഗ് ബോസിൻ്റെ എല്ലാ സീസണിലും ലാസ്റ്റ് വീക്ക് ആകുമ്പം ഔട്ടായി പോയ കണ്ടസ്റ്റൻസിൻ്റെ റീ എൻട്രി ഉണ്ടാവാറുണ്ട്. അപ്പോൾ സീസൺ 7 റീ എൻട്രി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാവരും കൂടി അനുമോളെ അങ്ങ് കോർണർ ചെയ്യുന്നത് പോലെ കാണുന്നു. എല്ലാവരും അനുമോളുടെ പുറകെ നടന്ന് ചൊറിഞ്ഞ് കണ്ടന്റ് ഉണ്ടാക്കുന്ന പോലൊരു ഫീല്. അപ്പോൾ കരുതി കുറച്ച് കാര്യങ്ങൾ പറയണം എന്ന്. ഇതിന് മുമ്പുള്ള സീസൺസിലൊക്കെ റീ എൻട്രി ഭയങ്കര മനോഹരമായിട്ടായിരുന്നു, എല്ലാവരും സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ഒക്കെ ആയിരുന്നു നമ്മൾ കണ്ടിരുന്നത്. പക്ഷേ ഈ സീസണിൽ ഒരാളെ മാത്രം കോർണർ ചെയ്ത് ഭയങ്കരമായിട്ട് ചൊറിയുന്നത് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്തത്. അനുമോൾ ജയിക്കും ഏകദേശം ഉറപ്പായപ്പം ആർക്കും അങ്ങോട്ട് സുഖിക്കുന്നില്ല. എല്ലാവർക്കും ഭയങ്കര അസൂയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആരെന്ത് പ്രശ്നം ഉണ്ടായാലും എവിക്റ്റായി പോയാലും അത് അനുമോളുടെ PR ആണെന്ന് പറയുന്ന കുറേ ആൾക്കാർ. ഇതുവരെ എവിക്റ്റായി വന്നതിൽ ചുരുക്കം ചിലർ മാത്രമേ ഉള്ളൂ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നത്. ബാക്കി എല്ലാവരും അനുമോളുടെ നെഗറ്റീവ് മാത്രം പറഞ്ഞ് നടക്കുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ ശൈത്യയുടെ കട്ടപ്പ കേസ്, പുള്ളിക്കാരെ ബാക്ക് സ്റ്റാമ്പ് ചെയ്തിട്ടായിരിക്കുമല്ലോ പുള്ളിക്കാരിക്ക് അങ്ങനെ ഒരു പേര് കിട്ടിയത്. അത് വീണ്ടും കുത്തിപ്പൊക്കി അനുമോൾക്ക് വീണ്ടും നെഗറ്റീവ് ആവാൻ വേണ്ടിയായിരുന്നു ഇന്നലെ കാണിച്ച അത്രയും ഷോ ശൈത്യയുടെ. അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ലായിരുന്നു. ലാസ്റ്റ് സീസണിലൊക്കെ റീ എൻട്രി എന്ത് മനോഹരമായിട്ട് അവർ എൻജോയ് ചെയ്തത്. ഞാൻ സത്യം പറഞ്ഞ ഒരു അനുമോൾ ഫാനൊന്നും അല്ലായിരുന്നു. ബിഗ് ബോസിൽ വന്നതിന് ശേഷമാണ് എനിക്ക് അനുമോളെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയത്. അനുമോളുടെ കയ്യിൽ ഒരുപാട് ഡ്രമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ അനുമോളുടെ ഫ്രണ്ട്സ് പറഞ്ഞ കാര്യങ്ങളൊന്നും അനുമോൾ ആരുടെയും മുമ്പിൽ എടുത്തിട്ടിട്ടില്ല. ഈ ആദിലയും നൂറയൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ അനുമോളെ പറ്റി എതിരായിട്ട് പറയുന്നത്. ഇപ്പോൾ റീസെൻ്റായിട്ട് വന്നൊരു പ്രൊമോ പോലും ആദില നുണച്ചീന്ന് വിളിക്കുന്നതാണ് നമ്മൾ കേൾക്കുന്നത്. അവരുടെ ഒന്നും ഒരു കുറ്റം പോലും അനുമോൾ ഇതുവരെ ആരോടും പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ 24/7 കാണുന്നതാണ്, എപ്പിസോഡ്സും കാണുന്നതാണ്. ഞാൻ ഇതുവരെ അനുമോളുടെ ഫ്രണ്ട്സിനെ പറ്റി ഒരു കുറ്റവും പറയുന്നതായിട്ട് കേട്ടിട്ടില്ല. പക്ഷേ ഈ ആദിലയും നൂറയൊക്കെ അനുമോളുടെ ഒരുപാട് കുറ്റങ്ങൾ പറഞ്ഞ് നടക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അനീഷിൻ്റെ പോലും ഒരു സ്ട്രാറ്റജി ആയിരുന്നു ആ ലവ് ട്രാക്ക് എന്നാണ് എനിക്ക് ഇപ്പോൾ തോന്നുന്നത്. കാരണം കഴിഞ്ഞ ദിവസം ശൈത്യ വന്ന് അനീഷിനോട് സംസാരിക്കുമ്പോൾ അനീഷ് ഒന്നും മിണ്ടുന്നില്ല, പകരം ചിരിക്കുന്നുണ്ട്. അതും ഒരു നെഗറ്റീവ് അനുമോൾക്ക് വെളിയിൽ പോകാൻ വേണ്ടിയിട്ടാണ് ശൈത്യ അങ്ങനെ ചോദിച്ചതും അനീഷ് ഒന്നും പറയാതിരുന്നതും. സത്യം പറഞ്ഞാൽ അവിടെ ഒരു ഗ്രൂപ്പും ഇല്ലാതെ ഒറ്റയ്ക്ക് പൊരുതി ഒറ്റയ്ക്ക് സർവൈവ് ചെയ്തത് അനുമോൾ മാത്രമാണ്. പിന്നെ PR കാര്യം പറയുകയാണെങ്കിൽ PR ഇല്ലാത്ത ഏത് കണ്ടസ്റ്റൻ്റ് ആയിരുന്നു ബിഗ് ബോസിൽ പോയത്? ഇപ്പോൾ പറയുന്നിട്ടു ശൈത്യ തന്നെ പറഞ്ഞു ശൈത്യയുടെ അനുമോളുടെയും PR സെയിം ആയിരുന്നു എന്ന്. എന്നിട്ട് എന്തുകൊണ്ട് ശൈത്യ 36 ദിവസം കഴിഞ്ഞപ്പോൾ എവിക്റ്റായി പോയി? ശരത്തപ്പാനിയുടെയും സെയിം PR തന്നെ ആയിരുന്നു എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ശരത്തപ്പാനി അധിക ദിവസമൊന്നും നിന്നില്ല, എവിക്റ്റായി പോയി. PR ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ എന്തെങ്കിലും കണ്ടൻറ്റ് കൊടുത്താലേ മാത്രമേ ആൾക്കാർക്ക് നമ്മളെ ഇഷ്ടപ്പെടുള്ളൂ. അത് നല്ലതാവാം മോശമാവാം. അനുമോളായിരുന്നു ബിഗ് ബോസ് സീസൺ 7 കൊണ്ടുപോയതെന്ന് വേണമെങ്കിൽ പറയാം. ഏഷ്യാനെറ്റിൻ്റെ എത്ര പ്രമോകളാണ് അനുമോളുടെ പേരിൽ വന്നേക്കുന്നത്. വേറെ ആർക്കും കിട്ടാത്ത അത്രയൊരു പ്രിവിലേജ് ഈ സീസണിൽ കിട്ടിയത് അനുമോൾക്കാണ്. അതിൽ ഒരുപാട് കോൺട്രവേഴ്സികളും ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ഓർത്തിരിക്കുന്ന മെമ്മറി ഉണ്ടായിട്ടുണ്ട്. ഈ സീസണിൽ ആരും മറക്കാത്ത സീസൺ കൊണ്ടുപോയൊരു കണ്ടസ്റ്റൻ്റ് ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ അനുമോളുടെ പേരായിരിക്കും പറയാം. ഇപ്പോൾ ലാസ്റ്റ് വന്നൊരു പ്രൊമോയിൽ ബിൻസി പറയുന്നുണ്ട്, PR ഉള്ളത് കൊണ്ട് മാത്രമാണ് നീ ഇത്രയും നാൾ നിന്നത്. നീ ജയിക്കുവാണെങ്കിലും അത് PR ബലത്തിൽ മാത്രമായിരിക്കുന്നു. PR ഇല്ലാത്ത ഏത് കണ്ടസ്റ്റൻ്റാണ് ഉള്ളത്? എല്ലാവർക്കും PR ഉണ്ട്. പക്ഷേ അനുമോളുടെ PR ആണ് ഈ സീസണിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം. എല്ലാവർക്കും ഭയങ്കര അസൂയ ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അനുമോളോട്. പുറത്തിറങ്ങി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അനുമോൾക്ക് ഇത്ര സപ്പോർട്ടൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പം എല്ലാവർക്കും അനുവിനോട് ഭയങ്കര ഒരു കുശുമ്പായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്തായാലും അനീഷും അനുമോളുമാണ് വോട്ടിങ്ങിൽ കട്ടയ്ക്ക് നിൽക്കുന്നതെന്നാണ് അൺഒഫീഷ്യലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. വിന്നർ അനുമോൾ ആയില്ലെങ്കിലും ഈ സീസൺ ഓർത്തിരിക്കുന്നത് അനുമോളുടെ പേരിലായിരിക്കും. എനിക്ക് നേരത്തെ ആദില നൂറയോടൊന്നും ഒത്തിരി ഇഷ്ടമുണ്ടായിരുന്നില്ല. ബിഗ് ബോസിൽ വന്നതിന് ശേഷമാണ് എനിക്ക് അവരെ പറ്റി മനസ്സിലായി. അവരെ നിന്ന് കണ്ടാണ് എനിക്ക് അവരോടൊരു ഇഷ്ടം തോന്നിയത്. പക്ഷേ അവരാരെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്താൽ അവരുടെ ഫ്രണ്ടിനെ അവർ മറക്കും. എത്ര പെട്ടെന്നാണ് ശൈത്യ വന്നപ്പം അനുമോളെ അവർ മറന്നത്. ഞാൻ ഒത്തിരി സപ്പോർട്ട് ചെയ്തിരുന്നു നൂറയും. പക്ഷേ നമുക്കെന്തോ അവരോടും ഈ ശൈത്യ കാണിച്ച പോലെ തന്നെ ഒരു പ്രവൃത്തി തന്നെയാണ് അവരും കാണിച്ചുകൊണ്ടിരിക്കുന്നത്.
കഴിഞ്ഞ സീസണിൽ വന്നൊരു യൂട്യൂബർ പറയുന്നുണ്ടായിരുന്നു, ജിൻഡോ മണ്ടൻ വിന്നറായതുപോലെ ഈ സീസണിൽ അനു ആ വിന്നറാവുന്നെങ്കിൽ മണ്ടത്തി വിന്നർ എന്നൊക്കെ. ഇവരൊക്കെ പോയതല്ലേ, ഇവർക്കൊക്കെ ആവായിരുന്നല്ലോ. എല്ലാവരും PR ഒക്കെ കൊടുത്തിട്ടാണ് പോകുന്നത്. അവരാരും വിന്നർ ആവാത്തതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ ആയിരിക്കാം അങ്ങനെ പറഞ്ഞത്. എന്തായാലും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും സപ്പോർട്ട് അനുമോൾക്കാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം നമ്മുടെ അനുമോൾ തന്നെ ആയിരിക്കുമോ വിന്നർന്ന്. അപ്പോൾ താങ്ക് യു. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.